എല്ലാവർക്കും നമസ്കാരം. ദേ എൻ്റെ ബൊഗെയിൻവില്ലയൊക്കെ നന്നായിട്ട് പൂത്ത് നല്ല സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുന്നു. എല്ലാ ചെടികളും നന്നായിട്ട് പൂത്തു. കണ്ടോ? നല്ല മജന്ത കളറ്. ഇതും അതുപോലെ നല്ലൊരു മജന്ത കളറാണ്. ഇത് ഓറഞ്ച് കളറായിരുന്നു, ഫെയ്ഡായതാണ്. ഇത് 2 കളറ് മിക്സാക്കി നട്ടിരിക്കുകയാണ്. ഇത് ചില്ലി റെഡ്. ഇതിൽ പൂക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പാണ്. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കും പൂക്കൾ കണ്ട് ആസ്വദിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ളവർക്കും നമുക്ക് നമ്മുടെ ഇതേപോലുള്ള ഒരു കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമ്മൾ മറന്ന് ഒരു നിമിഷം നമ്മൾ നിന്നു പോത്തില്ലേ. ഇത് നല്ലൊരു മഞ്ഞ കളറ്. ഇത് ജുവൽ പിങ്ക് മജന്ത എന്നൊക്കെ പറയും. ഇത് ഗ്രീൻ ആപ്പിൾ. ഇത് മഹാറ കട്ടപ്പൂ, നമ്മുടെ നാടൻ. ഈ മജന്ത കളറ് തന്നെ 3-4 ചട്ടിയുണ്ട്. ഇത് നല്ലൊരു ഓറഞ്ച് കളറ്, നല്ല ഭംഗിയാണ് കാണാൻ. പകുതിയെ വിടരത്തുള്ളൂ, ഒരു ടാങ്ലോങ് പോലെ. ഇത് കണ്ടോ, വലിയ പൂക്കളാണ്, നല്ല ഭംഗിയാണ് ഈ പൂക്കൾ കാണാൻ. ഒക്കെ നാടൻ വെറൈറ്റിയാണ്, എന്നാൽ എന്ത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ. ഇത് കണ്ടോ, അടുക്കിയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന ഇലയിൽ. ഈ വെറൈറ്റിയിൽ ഇതുപോലെ വൈറ്റ് കളറും ഉണ്ടാകാറുണ്ട്. നല്ലൊരു കളറ്, ഡാർക്ക് വയലറ്റ്. ഇത് 2 എണ്ണം ഞാൻ മിക്സാക്കി നട്ട് വെച്ചിരിക്കുകയാണ്. നല്ല പൂവ്. ഇതാണ് ബ്രിസ പീച്ച്. ഇതാണെങ്കിൽ തിക്കായിട്ടുണ്ടാകുന്നതാണ് പൂവ് കേട്ടോ. ബ്രിസ പല കളറുണ്ട്, ഇത് പീച്ച് കളർ. ഇത് മൾട്ടി കളർ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞൊരു റീൽസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 കളർ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മഞ്ഞയും ഒരു ഓറഞ്ചും. പിന്നെ വേറൊരു വൈറ്റും കൂടെ ഞാൻ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചൂടായതുകൊണ്ട്, നല്ല വെയിലായതുകൊണ്ട് കിളിക്കുമെന്ന് തോന്നുന്നില്ല, വെറുതെ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ എല്ലാം പൂത്ത് വരുന്നതേ ഉള്ളൂ. ഇതിലിപ്പോൾ ഒരു 7 കളർ ഗ്രാഫ്റ്റ് ഉണ്ട്. ഇനി നല്ല ഷേപ്പാക്കിയൊക്കെ നമുക്ക് കൊണ്ടുവരണം. ഇത് നല്ലൊരു ഓറഞ്ച് മിക്സ് കളറാണ്. 2 കളറ് കൂടിയുള്ള ഒരു ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള ഒരു പൂവാണിത്. ഇത് കണ്ട്, ഇത് ഫയറോപ്പാല്. നല്ല പൊക്കത്തിലാണ് ഞങ്ങളിത് നിർത്തിയേക്കുന്നത്. ഞങ്ങൾ ഈ ചെടിയുടെ കമ്പ് അധികം ഇങ്ങനെ കണ്ടിച്ച് കളത്തില്ല. ഇങ്ങനെ വളച്ച് ബൊക്കെ പോലെ ആക്കി ചെറിയ നൂൽക്കമ്പ് വെച്ച് കെട്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും. ഇത് കണ്ടോ, ലോല, നല്ല ഭംഗിയുള്ള പൂവാണ്. ഇത് നല്ലൊരു കളറ്, 3 സ്റ്റാർ പോലാണിത്. അത് നമ്മുടെ തെറ്റിപ്പൂ ഉണ്ടോ, അത് ഓർത്ത് ഞാനും എന്തിനാ പൂക്കാതെ നിൽക്കുന്നതെന്ന്. ഇതായത് നോക്കി, ഇത് നല്ല സ്പ്ലാഷാണ്. ഇത് ഹൈബ്രിഡാണ്, ഡോക്ടർ റാവു മജന്ത കളറ്. ഈ വർഷം എൻ്റെ ബൊഗെയിൻവില്ല നന്നായിട്ട് പൂവായിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്സം സാൾട്ട് ഉണ്ടല്ലോ, അത് ഞാൻ ഓരോ സ്പൂൺ വെച്ച് ഓരോ ചെടിക്കും ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. ഇതിൽ കൂടുതലും നാടൻ വെറൈറ്റി തന്നെയാണ് ഉള്ളത്. കുറച്ച് മാത്രമേ എനിക്ക് ഹൈബ്രിഡ് ഉള്ളൂ. നാടൻ ആണെങ്കിലും നല്ല രസമാണ് പൂക്കൾ കാണാനും. നല്ല തിക്കായിട്ട് പൂ ഉണ്ടാവുകയും ചെയ്യും. ചാണകപ്പൊടിയും എല്ലുപൊടിയും DAP ഒക്കെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നതും. ഇതുവരെയും വലിയ മഴയൊന്നും പെയ്തില്ല. പിന്നെ നല്ല വെയിൽ കിട്ടുന്നിടത്താണ് ഈ പൂക്കളൊക്കെ നിൽക്കുന്നതും. ഈ പൂ കണ്ട, നല്ല രസമുള്ള പൂവാണിത്. ഇത് നിറച്ച് തിക്കായിട്ടുണ്ടാകുന്നതാണ്. ഇതൊക്കെ നല്ല മഴയുള്ള സീസണിൽ പോലും ഇത് നാടനായതുകൊണ്ട് നമുക്ക് തന്നെ ഒന്നും മാറ്റി വെച്ച് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. ഇത് മഹാറയുടെ പിങ്ക് കളറ്. ഇത് മഞ്ഞ കളറ്. ഇതിൻ്റെ ഇടയ്ക്കൊരു വൈറ്റ് കയറി വരുന്ന കണ്ടോ, അത് നല്ല രസമാണ് കാണാൻ. ഇത് ആദ്യം ഉണ്ടാകുമ്പോൾ മഞ്ഞ പൂവാണ്, ക്രമേണ പിന്നെ വൈറ്റായിട്ട് ഇങ്ങനെ വരുന്നതാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ ചെടികൾ ഇതുപോലെ പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ നമുക്ക് ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതാണ് എൻ്റെ ചെറിയൊരു ബൊഗെയിൻവില്ല ഗാർഡൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.